അഴിമതിയുടെ കൂട്ടിട്ടങ്ങാക്കി മാറ്റുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തെറ്റായ വിദ്യാഭ്യാസ നയത്തിനെതിരായി മുഴുവൻ ജില്ലാ കേന്ദ്രം സംഘടിപ്പിക്കുക. നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികളായിട്ടുള്ള ആളുകൾ കൊച്ചിയിലെ RBI ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടത്തുകയാണ്. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. അവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ബാരിക്കേഡുകൾ മറികടന്ന് പ്രവർത്തകർ RBI ഗേറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. മേടിച്ചുകൊണ്ട് നീറ്റിന്റെയും നെറ്റിന്റെയും ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ മുൻകൂട്ടി ആളുകൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഈ രാജ്യത്തെ നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ RBI ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ RBI ഓഫീസിന്റെ ഗേറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്ഥലത്തെ സംഘർഷാവസ്ഥയാണോ? സ്ഥലത്തെ സ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ? ഇപ്പോൾ ഒരു സംഘർഷ സാഹചര്യം ഒഴിവായി. കാരണം രാവിലെയോടുകൂടിയാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ RBI ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായിട്ട് എത്തിയത്. നെറ്റ് പരീക്ഷകൾ, അതിലെ ക്രമക്കേടുകൾ, സുതാര്യത എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ച് RBIക്ക് മുന്നിൽ പോലീസ് ഒരുക്കിയ ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ ബലം പ്രയോഗിച്ചു. തുടർന്ന് ബാരിക്കേഡും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളലിൽ ഈ ബാരിക്കേഡ് മറിഞ്ഞു വീണു. അതിനുശേഷം ഈ ബാരിക്കേഡ് മുകളിലൂടെ കടന്ന് ഇപ്പോൾ RBI ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധക്കാർ എത്തി. അതിനു മുന്നേ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഈ ജലപീരങ്കി പ്രയോഗിച്ച ശേഷമാണ് ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ഈ RBIയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ RBIയുടെ മുന്നിൽ ഒരു പ്രതിഷേധ സമ്മേളനം എന്ന രീതിയിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ സമ്മേളനം നടത്തുകയാണ്. കൊച്ചി RBI ഓഫീസിന് മുന്നിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് കാണുന്നത്. നീറ്റ് നെറ്റ് പരീക്ഷകളിൽ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച്. ശ്യാം പ്രസാദ് ഉത്തമനാണ് സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.